എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം നാരങ്ങ വിളക്ക്. അതിൻ്റെ ആത്മീയ വശവും ശാസ്ത്രീയ വശവും നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നലെ എനിക്കൊരു ഫോൺ വന്നു. നാരങ്ങ വിളക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെയാണ് കത്തിക്കുക, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതൊരു വീഡിയോ രൂപത്തിലാക്കാമെന്ന് തീരുമാനിച്ചത്. ആദ്യമായി ഇതിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ച് പറയാം. രാഹുർദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടി ദേവീ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് നാരങ്ങ വിളക്ക്. അതായത് വഴിപാട് എന്ന് പറഞ്ഞാൽ വിവാഹ തടസ്സം നീങ്ങാൻ, ആഗ്രഹിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ജോലി, വീട് തുടങ്ങിയതിനൊക്കെ തന്നെ ഉത്തമമായിട്ടാണ് അത് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ നാരങ്ങയിലെ അമ്ലഗുണവും എണ്ണയും ചേർന്നുകൊണ്ട് കത്തുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകതര ഗന്ധമുണ്ട്. ആ ഗന്ധം നെഗറ്റീവ് ഊർജം മനസ്സിൽ നിന്ന് പോലും മാറ്റിക്കൊണ്ട് പ്രത്യേക പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. നമുക്കൊന്ന് വിശദമായി നോക്കാം. സാധാരണ ഇത് കത്തിക്കുന്നത് രാഹു സമയത്താണ്. ഏതാണ് രാഹുകാലമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതൊരു ചാർട്ട് ഞാൻ ഇതിലിടാം. ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലുമാണ് ഇത് പ്രധാനമായിട്ട് കത്തിക്കാറുള്ളത്. അതായത് ചൊവ്വ ദിവസം 3 മണി മുതൽക്ക് 4:30 വരെയുള്ള സമയമാണ് ഏറ്റവും പ്രത്യേകമായ സമയം. അതെന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെയും പ്രത്യേകത പറയുന്നത്? ഏറ്റവും അധികം ഊർജ വ്യതിയാനം നടക്കുന്ന സമയമാണിത്. സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത കുറയുകയും അന്തരീക്ഷത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ വികിരണത്തിൽ വ്യതിയാനവും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സമയമാണിത്. അതായത് മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെയും ചിന്തകളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ സമയം. അതുകൊണ്ടാണ് ഇതിനെ ഒരു രാഹുകാലം എന്ന് പറയും. രാഹുകാലം ഒരിക്കലും ദോഷകരമായ സമയമല്ല. പ്രത്യേകിച്ച് ഇത് നമുക്കൊരു ഉത്ബോധം തരികയാണ്. നമ്മുടെ നാഡീവ്യൂഹത്തെയും ചിന്തകളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സാധാരണയായി ജ്യോതിഷപരമായി പറയാറുള്ളത് രാഹുവിൻ്റെ സ്വാധീനം ഈ സമയത്ത് കൂടുതലാണ്, അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണമെന്നാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ സമയം നമുക്കൊരു ഉത്ബോധം തരികയാണ്. നാഡീബോധത്തെയും നാഡീവ്യൂഹത്തെയും ചിന്തകളെയും സ്വാധീനിക്കാൻ ശക്തിയുള്ള സമയമാണിതെന്നുള്ള അവബോധം നമുക്ക് തരികയാണ് ഈ സമയം നമുക്ക് ചെയ്യുന്നത്. ഈ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത്. അതിനുള്ള കാരണവും ഞാൻ വിശദമാക്കാം. ഇപ്പോൾ അതെങ്ങനെയാണ് അത് കത്തിക്കേണ്ടത് എന്ന് നമുക്ക് പറയാം. ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആക്കി മുറിച്ച് അതിലത്തെ നീര് മുഴുവൻ കളയാം. അത് മുഴുവൻ കളഞ്ഞതിന് ശേഷം അതിൻ്റെ പുറംതൊണ്ടില്ലേ, അത് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ ചെരാത് പോലെ അത് തിരിച്ചിടണം. അപ്പോൾ അതിൻ്റെ പുറമത്തെയുള്ള തൊണ്ട്, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. അത് ഒരു ചെറിയ ചെരാത് പോലെ ആക്കിയിട്ട് നെയ്യോ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് നമുക്കത് കത്തിക്കാം. സാധാരണയായിട്ട് ഇത് ഇടുമ്പോൾ ഒറ്റ, അതായത് 5, 7, 9 അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് ഈ വിളക്കിടാറുള്ളത്. അത് ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ എത്ര നാരങ്ങ ഉപയോഗിക്കുന്നു അതിൻ്റെ പകുതിയാണ് നമ്മളിതിൽ എണ്ണം ആക്കാറുള്ളൂ. ഈ വിളക്ക് സാധാരണയായി ക്ഷേത്രങ്ങളിലാണ് കത്തിക്കാറുള്ളത്. അതായത് ഭദ്രകാളി, ദുർഗ തുടങ്ങിയ ഉഗ്രരൂപിണികളുടെ നടയിലാണ് ഇത് കത്തിക്കാറുള്ളത്. എന്നാൽ വീടുകളിൽ കത്തിക്കാറുണ്ട്. ഇവിടെ ആത്മീയത എന്നതിനേക്കാളും ശാസ്ത്രീയ വശമാണ് ഇവിടെ കൂടുതലായിട്ടും ഉപയോഗപ്രദമാവുക. കാരണം നാരങ്ങയുടെ തൊലി, നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു, നാരങ്ങയുടെ തൊലി ആണ് ചെരാത് പോലെ ആകേണ്ടതെന്ന്. ഇതിൻ്റെ അകത്ത് ധാരാളം എസൻഷ്യൽ ഓയിലുകളുണ്ട്, അഥവാ സുഗന്ധ തൈലങ്ങളുണ്ട്. അരോമ തെറാപ്പി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു നാരങ്ങ മുറിച്ചതിനെ തിരിച്ച് വെച്ചിട്ടാണ് അതിൽ നെയ്യോ എണ്ണയോ ഒഴിക്കുന്നത് അല്ലേ. ചൂട് തട്ടുന്ന സമയത്ത് ഇതിലുള്ള തൈലം, അതായത് ഈ എസൻഷ്യൽ ഓയിലുകളുണ്ട്, അത് ഭൂമിയിൽ, അതായത് ഒരു തിരിച്ചിൽ പോലെയാണ് ഉണ്ടാവുക. അത് വായുവിൽ നന്നായിട്ട് കലർന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എയർ പ്യൂരിഫയറായി മാറാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ലൊരു സുഗന്ധമായിരിക്കും അതിനുണ്ടായിരിക്കുക.
യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള നിലവിളക്കിനേക്കാളും ഒരു പ്രത്യേക ഉന്മേഷം കിട്ടും മനസ്സിൽ വളരെ ശാന്തമാകും, പിരിമുറുക്കം സ്ട്രെസ്സുകളൊക്കെ കുറയും, ഒരു വളരെയധികം ഏകാഗ്രത കിട്ടാനായിട്ട് ഉള്ള വളരെ നല്ലൊരു മണമാണത്. ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം സിട്രിക് ആസിഡും എണ്ണയുമായിട്ടോ അല്ലെങ്കിൽ നെയ്യുമായിട്ടോ അല്ല. പകരം ഞാൻ പ്രത്യേകമായി പറഞ്ഞിരുന്നു, നാരങ്ങയുടെ തൊലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് നിറയെ ഓയിൽ ഗ്ലാൻഡുകളാണ്, എസൻഷ്യൽ ഓയിലാണ്. ചൂട് തട്ടുന്ന സമയത്ത് ഈ ഗ്ലാൻഡുകളെല്ലാം പൊട്ടും, അതായത് അത് വികസിക്കും. അതിലുള്ള ഒരു പ്രത്യേകതര സുഗന്ധ തൈലമാണ് ലിമോണിൻ എന്ന് പറയുന്നത്. ആ ലിമോണിൻ ഓക്സിജനുമായി പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രത്യേക തരത്തിൽ ഉന്മേഷമായിട്ടുള്ള ഒരു ഗന്ധമുണ്ടാകുന്നത്. അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രാണികളെ ഓടിക്കാനും അതുപോലെ നെഗറ്റീവ് എനർജി മുഴുവനായി മാറ്റാനും ഇത് സഹായിക്കും. ഒന്നുകൂടെ നമുക്ക് നോക്കാം പ്രാണികളെ അകറ്റുന്നത് എങ്ങനെയാണെന്ന്. പ്രാണി, കൊതുക് തുടങ്ങിയതൊക്കെ മാറ്റാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ എണ്ണയും നെയ്യും ഒന്നും വേണ്ട, കുറച്ച് വേപ്പെണ്ണ എടുത്തുകൊണ്ട്, വേപ്പെണ്ണയിൽ എന്താണെന്ന് അറിയുമെന്നോ, അസാഡിറക്റ്റിൻ എന്ന് പറയുന്ന സാധനമാണ്, ഒരു ഘടകമാണ്. അത് നാരങ്ങയിലെ സിട്രിക് ആസിഡുമായി ചേരുന്ന സമയത്ത് ഒരു പ്രാണികൾക്കും ശ്വസിക്കാനാവില്ല എന്നാണ് പറയുന്നത്. അത്രയും അധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വേപ്പെണ്ണ വെച്ച് കഴിഞ്ഞാൽ പശുവിനൊക്കെ സുഖമില്ലാതെ വരുമ്പോൾ വേപ്പെണ്ണയാണ് നമ്മൾ കാലിൽ പുരട്ടാറുള്ളത്. പശുവിനും മറ്റും കുളമ്പ് ദീനം തുടങ്ങിയത് ഉണ്ടാവുമ്പം ചെറുനാരങ്ങയുടെ അകത്ത് വേപ്പെണ്ണ എണ്ണ ഉപയോഗിച്ചിട്ട് തിരി കത്തിച്ച് ആ ഒരു പുക ഏൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വേപ്പെണ്ണ എന്ന് പറയുമ്പോൾ പ്രാണികളും അതുപോലെ തന്നെ സൂക്ഷ്മജീവികളെ തുരത്താനായിട്ട് സാധിക്കും. നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്നെ ഫോൺ ചെയ്ത വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണ്. അവർ ചോദിച്ച് ഞങ്ങൾക്കിത് കത്തിക്കാമോ എന്നാണ്. ആർക്കും കത്തിക്കാം. നാരങ്ങ വിളക്കിനെ മതപരമായ ആചാരമായി കണക്കാക്കുകയേ വേണ്ട. ഒരു നാച്ചുറൽ ആയിട്ടുള്ള എയർ പ്യൂരിഫയറാണ്. ആർക്കും ഇത് കത്തിക്കാം. അതായത് കർപ്പൂരം എണ്ണയിൽ അല്പം കർപ്പൂര തൈലമോ കർപ്പൂരം പൊടിച്ചതോ ചേർത്തുകൊണ്ട് നമുക്ക് കത്തിക്കാം. ഏതിൽ? നാരങ്ങയിലെ എണ്ണയിൽ അല്പം കർപ്പൂരമോ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എനർജിയാണ് കിട്ടാറുള്ളത്. ലെമൺ ഗ്രാസ്, അതായത് നമുക്ക് പുൽത്തൈലം ഉപയോഗിച്ചിട്ടും നാരങ്ങയില ഉപയോഗിച്ചും നമുക്ക് വിളക്ക് കത്തിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് സുഗന്ധം, ഒരു എയർ പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വായുസഞ്ചാരം നല്ലോണമുള്ള വീടുകളിലാണ് ഇത് കത്തിക്കേണ്ടത് എന്ന് മാത്രം പ്രത്യേകത. സാധാരണ നെയ്യോ എണ്ണയോ അല്ലാത്ത ഗന്ധങ്ങളാണെങ്കിൽ കുറച്ച് രൂക്ഷത കൂടും. നാരങ്ങയിലാകുമ്പോൾ കുറച്ച് രൂക്ഷമായിട്ടുള്ള ഒരു മണമായിരിക്കും അതിനുണ്ടായിരിക്കുക. അതുകൊണ്ട് നല്ല തുറന്ന സ്ഥലത്ത് വേണം, വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വേണം. പുക അധികം നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയതായിട്ടുള്ള ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. നാരങ്ങയുടെ തൊലി കരിഞ്ഞിട്ടാണല്ലോ ഇതുണ്ടാവുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റു പലവരും ചോദിച്ചു ഇതിൽ എന്ത് തിരിയാണ് ഇടേണ്ടതെന്ന്. സാധാരണ നമ്മുടെ തിരി, പരുത്തിത്തിരിയില്ലേ, നമ്മുടെ തുണിത്തിരിയില്ലേ, അതല്ലെങ്കിൽ പഞ്ഞി കൊണ്ടുള്ള തിരി, അതാണ് സാധാരണ ഉപയോഗിക്കുക. ഇതൊരു നാച്ചുറലായിട്ടുള്ള ഡിഫ്യൂസറാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് ദിവസവും ഉപയോഗിക്കാറില്ല. ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഉപയോഗിക്കാറുള്ളൂ. അത്രയും ഏത് മതസ്ഥരാണെങ്കിലും നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിലും മറ്റും, അതായത് പുക അധികം ഏൽക്കാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതൊരു നാച്ചുറൽ എയർ പ്യൂരിഫയർ ആയിട്ട് ഇത് ഉപയോഗിക്കാം.